പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൊടുത്തുപോകാന്ന് പറഞ്ഞിട്ടൊരു ചൊറിയനൊരു തുമ്പിണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് പറയുന്നത് ആനത്തുമ്പാന്നാണ്. അത് തേടിയുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് അത് എവിടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. വായ അവിടെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ ഇതിന് ഞാൻ പറഞ്ഞ ചൊറിയും. ഈ ചൊറിയണ സൈസ് അതുണ്ട്. ഇവിടെ വെച്ച് നോക്കിയാൽ ചൊറിയും. അതിനുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഇന്ന് പറിക്കാൻ പോവാണ്. എന്നിട്ട് കറിയോടെ പറിക്കുന്നു. സൂക്ഷിച്ച് അവിടെ ഉറുമ്പുണ്ട് കേട്ടോ. ചൊറിയുണ്ടാ? വൈകുന്നേരം വരെ ചൊറിച്ചിലാവും. ഇന്നൊക്കെ കറിക്കുള്ള സാധനം ഇനി കുറച്ചും കൂടിയും പറിക്കണം. കണ്ടില്ലേ, കുറച്ചല്ലോ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് ചൊറിച്ചിൽ മാറ്റാന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മള് ഒന്ന് വേവിക്കും. കണ്ട അതിന്റെ കയ്യൊക്കെ തുറക്കാൻ തുടങ്ങി. ഈ സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. കണ്ട, അപ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് പോയി നോക്കാം. ഞങ്ങളിപ്പോൾ നടന്നാണ് പാടത്തിൻ്റെ അവിടെ ഒരു ചെറിയ തോടും പാടത്തിൻ്റെ അവിടെ ചുമരം ഈ ഒരു വീടിൻ്റെ മതിലുമുള്ളതാണിത്. കൊടുത്തുവ അല്ലെങ്കിൽ ആനത്തുമ്പാന്ന് പറയും. ഇന്നത്തെ കറിക്കുള്ളതായി കാക്ക ചൂറിയത. ഇന്നൊക്കെ ഇന്ന് കറി വയ്ക്കാനുള്ളതായി. തെണ്ടി നടന്ന് കറിക്കുള്ള പച്ച ഇലകൾ അന്വേഷിച്ചെടുക്കുന്നു. ചുരുമ്പളേ അങ്ങോട്ടും കാണാത്താണ് ഈ തുമ്പ, ആനത്തുമ്പ. അതിനെ വീണ്ടും കണ്ടു. നമ്മൾ അവനെ പറിച്ചെടുക്കാൻ പോകുക. പറിച്ചെടുത്ത് പൊട്ടിച്ചോ കടയുണ്ട. നല്ല വലിപ്പുള്ള ഇലകളാ. ഇത് പൂക്കുണ്ടല്ലേ, അപ്പൊ അതായി. ഇനി ഉണ്ടോ നോക്കണം. അപ്പൊ പോവാ നമുക്ക്. തുവ അല്ലെങ്കിൽ ആനത്തുമ്പ, ഔഷധ തുമ്പ എന്നൊക്കെ പറയണതാണ്. അത് നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ ചെടിയിൽ നിന്ന് ആ ഓരോ ഇലകളായിട്ട് അറുത്തിട്ട് പാത്രത്തിലിടുന്നു. അതിൻ്റെ വല്ല കേടുണ്ടോ പുഴുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇടുക. ഈ തണ്ട് മാത്രം പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇലമൊക്കെ തൊട്ടാൽ ചൊറിയും. അങ്ങനെ ഇത് ചെറിയ ചൊറിച്ചിലുള്ളോ? ചൊറിയുമ്പോൾ ചൊറിച്ചിലില്ല. ഞാൻ പറിക്കുമ്പോൾ കുറച്ച് ചൊറിഞ്ഞു. ഒരു സെക്കൻഡ് ഞാൻ മാറി. അപ്പൊ നമ്മള് കൊടുത്തുവാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആനത്തുമ്പ ചെടിയിൽ നിന്ന് ഇലകളെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ആ ചൊറിച്ചിലുള്ള ഘടകത്തെ നമ്മൾ ഒന്ന് ഇതിനെ ചൂടുവെള്ളത്തിലിടുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഘടകം മാറും. അതിന് ശേഷം നമുക്ക് ഇതിനെ അരിഞ്ഞ് നാളികേരിട്ട് നമുക്ക് തോരനാക്കാം. ഓക്കെ, പൊട്ടിച്ച് കൊണ്ടുവന്ന് കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി നമ്മുടെ ഇതിൻ്റെ ചൊറിച്ചിൽ മാറാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരിക്കുക. എന്നിട്ട് വേണം നമുക്ക് അരിയാൻ. അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിക്കാൻ പോവുകയാണ്. എന്താ, അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് ഇവനെ നമുക്ക് അരിയാം. അരിഞ്ഞിട്ട് വേണം തോരൻ വയ്ക്കാൻ. അതിലേക്ക് വേണ്ട വേറെ ഐറ്റംസ് നാളികേരം, ഉരുമുടി, പിന്നെ മുളക്, ഉള്ളി. പിന്നെ ഇതിൽ കൂടാതെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, കടുക് വേണം. ചീഞ്ചട്ടി വെച്ചു. ഇനി അതിൽ വെള്ളം വറ്റിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടണം. വെള്ളം വറ്റാനുള്ള ശ്രമം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ ആ ചൊറിച്ചിലുള്ള ഒരു ഐറ്റം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചുള്ളതാണ്. ഇനി നമുക്ക് ഇവനെ തോരൻ ഉണ്ടാക്കാൻ പോകണം. അതിലേക്ക് നമ്മൾ ചീഞ്ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇനി വെളിച്ചെണ്ണ കാഞ്ഞാൽ നമുക്ക് ഒരു സ്വല്പം കടുകിടാം. ആയിട്ടില്ല, ടെസ്റ്റിങ് കഴിഞ്ഞു. നമ്മൾ കടുകിടുന്നു. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട്
അതിലേക്ക് ചുവന്നുള്ളി മുളക് ഇട്ടു. ചുവന്നുള്ളി മുളക് ഇട്ട് അതൊന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിടാം. ഇത് ചീര, ഔഷധച്ചീര എന്നും പറയുന്നത്. ഔഷധച്ചീര അല്ലെങ്കിൽ ആനത്തുമ്പാന്ന്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആനത്തുമ്പാന്ന് കേട്ടു. പിന്നെ ഇപ്പോൾ കൊടിത്തുമ്പാന്നും പറഞ്ഞേക്കാണ്ട്. ഞാൻ പഠിച്ചത് ആനത്തുമ്പ എന്നാണ്. ഇത് ഏകദേശം ഉള്ളി കാഞ്ഞു തുടങ്ങിയിട്ട് ഇതിൽ പച്ചമുളകായിട്ട് ഉപയോഗിക്കുന്നത്. അത് പച്ചമുളക് ഉള്ളി കാഞ്ഞു തുടങ്ങി ഞാൻ അതിലേക്ക് നമുക്ക് ചീരിടാം. ചീരിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നാളേരിടുക. കാഞ്ഞു ഞാൻ അതിലേക്ക് നമ്മൾ തുമ്പ അരിഞ്ഞ് വെച്ചത് ഇടുന്നു. എത്ര തുമ്പിൻ്റെ അത് അരിഞ്ഞ് വന്നപ്പോൾ കുറച്ചുള്ളൂ. പ്രത്യേകിച്ച് വെള്ളത്തിൽ നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് അല്ലേ, അത് കാരണം വല്ലാണ്ട് കുറഞ്ഞു പോയില്ലേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് കഴിക്കാൻ പറ്റാവുന്ന സാധനം നിങ്ങൾ അറിയിക്കുക. നിങ്ങളിൽ പലർക്കും ഇതറിയാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടാം. കാരണം അത് ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ അതിന് പകുതി വെന്തിട്ടുണ്ട്. ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. കൂടുതലൊന്നും അറിയില്ല. ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ரொம்ப ടേസ്റ്റ് ഒരാൾ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ചേർക്കാം, ഉപ്പ് കുറവാണെങ്കിൽ. ഇവിടെ തോരൻ ഏകദേശം ഇനി നാളേരിടേണ്ട സമയം ആയി എന്നത് മല്ലിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു നാളേരം നമ്മൾ ഇടാൻ പോവുകയാണ്. നാളികേരം ഇട്ടു. എണ്ണ കുറഞ്ഞു പോയോന്ന് ലോട്ടിൽ തോരണില്ല. തോരൻ പിടിക്കില്ല. സ്വല്പം എണ്ണ വയ്ക്കാം അല്ലേ. സ്വല്പം എണ്ണ കൂടി വെച്ചു. എന്നാലും നമുക്കിപ്പോൾ തോരന്ന് നാളികേരം ഇതൊക്കെ സെറ്റാവുള്ളൂ. തോരൻ ഏകദേശം ലെവലായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഒരു വഴുവഴുപ്പുണ്ട്. അതേ അരിയാണ്. അതിലങ്ങനെ ഉണങ്ങിയ സൈസ് അല്ല ഇല്ലല്ലോ അതിൻ്റെ പേരിൽ. അത് നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇവനെ കോരിയിടാം. തുമ്പ തുമ്പ കൊണ്ടുണ്ടാക്കിയ തോരൻ അത് ഇട്ടിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് സാമ്പാർ ചീര വെക്കണമെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടാവും ഇതിന്. നല്ല ടേസ്റ്റ് കിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിചാരിച്ച പോലെ അല്ലേ. ഒരു ചെലവില്ലാത്ത സാധന. കൂടാതെ ഞങ്ങൾ വേറൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ഇല ഉണ്ടല്ലോ, ചെറുനാരങ്ങത്തിൻ്റെ മരം, ചെറുനാരങ്ങ അതിൻ്റെ 10 ഇലയും കുറച്ച് നാളികേരം, വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഉണ്ടാക്കിയ ചമ്മന്തിന്. നാരങ്ങച്ചാറിൻ്റെ പോലെ ഇരിക്കും. ചെറുനാരങ്ങയുടെ ഇല എടുത്തിട്ട് നമുക്ക് അരച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അതാണ് ഇത്. നിസാരമുണ്ട്. 10 ഇല മതി. അത് കൂടുതൽ കാണിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇത്
അടിപൊളിയായില്ല എന്തായാലും നമുക്ക് വിചാരിച്ചായിട്ടും ഉഷാറായി ഇവൻ ഉണ്ടാവും ഒന്നുകൂടെ തൊടാത്ത രീതിയിൽ കിട്ടി. നല്ല പച്ച കളറുണ്ട്, ചീരങ്ങാട്ടും പച്ച കളറ്. അപ്പം ഈ ഡിഷ് എല്ലാവരും വെറുതെ പറമ്പിൽ വേണ്ടത് നിൽക്കുന്നുണ്ടാവും. പറിച്ചു വന്നിട്ട് അവനെ ആ ചോർത്തിൽ മാറാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചിട്ട് അരിഞ്ഞ് ഇതുപോലെ വെക്കാം. ഔഷധ തുമ്പാന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് ആനത്തുമ്പ, ചില കൊടിത്തുമ്പ എന്ന് പറയും. അപ്പോൾ ഈ സാധനം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് വിടണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.